വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ലിവർപൂൾ വേഴ്സസ് നോട്ടിംഗ്ഹാം മാച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പം ലിവർപൂൾ വേഴ്സസ് നോട്ടിംഗ്ഹാം മാച്ചിലേക്ക് വരുന്ന സമയത്ത് സീസണിലെ 2ാം തവണയാണ് നോട്ടിംഗ്ഹാമിനെ ലിവർപൂൾ നേരിടുന്നത്. അപ്പം ആദ്യത്തെ മാച്ചിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഫീൽഡിൽ വെച്ച് നടന്നിട്ടുള്ള ഫസ്റ്റ് മാച്ചിൽ 1-0 നോട്ടിംഗ്ഹാം ലിവർപൂളിനെ തോൽപ്പിക്കുന്നത്. പിന്നീട് മുന്നോട്ട് വന്നു. ലിവർപൂൾ ടേബിളിൽ ടോപ്പിൽ നിൽക്കുവാണ്, നോട്ടിംഗ്ഹാം ടേബിളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുവാണ്. ആൻഡ് രണ്ടാമത്തെ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഈ സിറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുള്ള മാച്ചിൽ 1-1 ലിവർപൂളിനെ സമനിലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നോട്ടിംഗ്ഹാമിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് എന്താ പറയുക, നോട്ടിംഗ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റിസൾട്ടാണ്. കാരണം ലിവർപൂൾ അത്യാവശ്യം സ്ട്രോങ് സൈഡാണ്, പക്ഷേ സ്റ്റിൽ അവർക്കൊരു വിക്ടറി ഗ്രാബ് ചെയ്യാൻ പറ്റണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നോട്ടിംഗ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവസാനം ഗ്രാവൻബാച്ചൊക്കെ CBയിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നു. അപ്പം അവരെങ്ങനെയും അവരുടെ ഡിഫൻസിലുള്ള ഫ്ലോസ് മുതലെടുത്ത് ഗോൾ സ്കോർ ചെയ്തിട്ട് ആ ഒരു വിക്ടറി കൈക്കലാക്കണമായിരുന്നു ഹോം ഗ്രൗണ്ടിൽ. ടൈറ്റിലിനെ ചാലഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നോട്ടിംഗ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി ആവുമായിരുന്നു ഈ ഒരു മാച്ചിൽ വിക്ടറി നേടുകയാണെങ്കിൽ. പക്ഷേ അത് കുഴപ്പമില്ല, അവർ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്, അവരൊരു സ്പിരിറ്റ് ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്, അവരുടെ പ്ലാൻസൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എനിവേ ഒരു ലോസിലേക്ക് പോയില്ല. അപ്പോൾ ലോസിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ചെറിയ കോൺഫിഡൻസ് ഡിപ്പിനും അതുപോലെ തന്നെ ലിവർപൂളിന് വലിയൊരു മൊറാൽ ബൂസ്റ്റിനൊക്കെ കാരണമാവുമായിരുന്നു. അപ്പം ലിവർപൂളിൻ്റെ പ്രഷറൊക്കെ അബ്സോർബ് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ അവർ നല്ല രീതിക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പം 1-1 ഈ മാച്ചിൽ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ക്രിസ് വുഡാണ്. ആ ഒരു ഗോൾ വരുന്ന വഴി നോക്കിയാൽ മതി, നമുക്കറിയാം ആരൊക്കെയാണ് ഇവർ അറ്റാക്കിലെ മെയിൻ മാൻസ് എന്ന്. അവിടെ പോയിട്ട് ബോൾ വിൻ ചെയ്യുന്നത് ഹഡ്സൺ ഒഡോയോ ആണ്. ഹഡായി അത് കൊടുക്കുന്നത് ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ ആൻ്റണി എലങ്കൻ്റെ നല്ലൊരു ബോളാണ് ക്രിസ് വുഡിലേക്ക് പോകുന്നത്. ആൻഡ് ക്രിസ് വുഡിൻ്റെ അടിപൊളി ഫിനിഷ്, അവിടെ ഡിഫൻസിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഫിനിഷിംഗ് എന്നല്ല, പ്രോപ്പറായിട്ട് അവിടെ ആൾ പൊസിഷൻ ചെയ്തിട്ട് ആ ബോൾ വാങ്ങുന്നുണ്ട്. ആൻഡ് അവിടെ നിന്ന് ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഈ റാസ്മസ് ഹോയ്ലൻഡൊക്കെ ഫിനിഷിങ് ഈ 33 വയസ്സുകാരനായിട്ടുള്ള ക്രിസ് വുഡിൻ്റെ കളി കണ്ടു പഠിക്കണം എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ലിവർപൂളിൻ്റെ സ്റ്റാർട്ടിംഗ് 11 കുറിച്ച് നമുക്ക് എന്തായാലും പറയണമല്ലോ. സ്റ്റാർട്ടിംഗ് 11 കുറിച്ച് നോക്കുന്ന സമയത്ത് ആലിസൺ ബക്കർ ഉണ്ട്, ആലിസൺ ഡിപ്പാണ് നമുക്കറിയാം, പിന്നെ അർണോൾഡ് ഉണ്ട്. അപ്പോൾ അർണോൾഡിൻ്റെ കാര്യമായിരുന്നു എല്ലാവർക്കും കൺസേൺ ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഹഡ്സൺ ഒഡോയോ ആയിരുന്നു അർണോൾഡിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത്. നല്ല രീതിക്ക് ആൾ അബ്യൂസ് ചെയ്യുന്നുണ്ട് ഡിഫെൻസീവ്ലി. പക്ഷേ അർണോൾഡ് അത്ര മോശം പെർഫോമൻസ് അല്ലായിരുന്നു. കാരണം അവസാന സമയത്തൊക്കെ നല്ല ബോൾസ് ആൾ സെലക്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സൈഡിലുണ്ടായിരുന്ന എൻഡേഴ്സൺ ആണോ നെക്കോ വില്യംസ് നല്ല രീതിക്ക് തന്നെ അവിടെ ഡിഫെൻഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം പിന്നെ സെൻട്രൽ ബാക്കുകൾ നോക്കുന്ന സമയത്ത് കൊണാട്ടിയും വാൻഡേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണല്ലോ ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ കൊണാട്ടിയും വാൻഡേക്കും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കൊണാട്ട ഫിറ്റല്ല, കൊണാട്ട ഇപ്പോഴും ഫുൾ ഫിറ്റ്നസ്സിലേക്ക് എത്തിയിട്ടില്ല. എന്നിട്ടും കൊണാട്ടേനെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്. അവിടെ ജോയ് ഗോമസിന് ഇഞ്ചുറിയാണ്, കോൺസയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, കോൺസ ഫോമല്ല. അപ്പം കോൺസിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റൂല. അപ്പം ഇവിടെ ഈ കൊണാട്ടനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വല്ലാത്തൊരു ഗതികേടാണ്. എന്തുകൊണ്ട് സെൻട്രൽ ബാക്ക് ഏരിയയിലേക്ക് ഇപ്പോഴും സൈനിങ് നടത്തുന്നില്ല എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ജനുവരി വിൻഡോ തുറന്നിട്ട് എത്ര കാലമായി, കുറേ ദിവസങ്ങളായി, പക്ഷേ ഇവരിതുവരെ ഒരു ഡിഫൻഡർക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്തിട്ടില്ല. അത് വലിയ പ്രശ്നമാണ്. സിറ്റി 2 ഡിഫൻഡർമാരെ സൈൻ ചെയ്തിട്ടുള്ളത്, അബ്ദുൽ ഖാദർ ഗുസനോവ്, വിട്ടോർ റൈസ്. അപ്പോൾ വേണ്ടവർ പോയിട്ട് സൈൻ ചെയ്തിട്ട് പ്ലെയേഴ്സിനെ ടീമിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവരിങ്ങനെ നോക്കി നിൽക്കുവാണ്, എവിടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാലും പ്ലെയേഴ്സിനെ സൈൻ ചെയ്യില്ല. എന്നിട്ട് ഉള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് മാനേജർ ഇങ്ങനെ ഓടുക, എന്നിട്ട് പ്ലെയേഴ്സിൻ്റെ എനർജി ഡ്രെയിൻ ആവുക. ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു ബോട്ടിലിംഗ് വരാം, അതായത് കപ്പ് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ വരെ ലിവർപൂളിന് വരാം. അപ്പോൾ ഇതൊന്നും അവിടെ തലപ്പത്തിരിക്കുന്ന FSGക്കാർക്ക് തലയിൽ വരുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം പ്ലെയേഴ്സിനൊക്കെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റൂലെങ്കിൽ, മാനേജറെ ബാക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ, നിങ്ങൾ ഈ ക്ലബിനെ വിറ്റിട്ട് ഏതെങ്കിലും കടപ്പുറത്ത് പോയി വെയിലും കൊണ്ട് കാല് നീട്ടി ഇരുന്നോളൂ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ലിവർപൂൾ ഒരു ജയൻ ക്ലബ്ബാണ്, ട്രോഫീസ് അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ക്ലബ്ബാണ്. വാൻഡൈക്കിൻ്റെ ആണെങ്കിലും മുഹമ്മദ് സലൻ്റെ ആണെങ്കിലും അവസാനത്തെ വർഷങ്ങളാണ്, അവരെന്തായാലും ഈ സീസണിൽ പോകില്ല,
1-2 സീസണും കൂടെ ഉണ്ടാവും. അവരുടെ അവസാനത്തെ വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതേസമയം സിറ്റി പോയിൻ്റൊക്കെ ഡ്രോപ്പ് ചെയ്ത് താഴെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ആർസണൽ ഫോമില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ചെൽസിൻ്റെ അടുത്ത് നിന്ന് ത്രെറ്റ് വരാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലും സൈനിങ് നടത്താതെ ലിവർപൂളിൻ്റെ ട്രോഫി കണ്ടൻറ്റേഴ്സിൽ ഏറ്റവും വലിയ എതിരാളി ആരാണെന്നറിയോ? ഇപ്പോൾ FSG. സീരിയസ്ലി FSG ആണ് നിലവിൽ ലിവർപൂളിൻ്റെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആക്കുന്നതിൽ ഏറ്റവും വലിയ എതിരാളി, അല്ലെങ്കിൽ ടൈറ്റിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്നുള്ളത് FSG ആണ്. ആസ് എ ന്യൂട്രൽ ഫാൻ, അത് ലിവർപൂൾ ഫാനല്ല ഞാൻ, പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സമ്മറിൽ സൈനിങ് നടത്തിയോ? ഇല്ല. വിൻ്ററിൽ ഇത്രയും സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ ഇനി അങ്ങോട്ട് ലിവർപൂൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ലെഫ്റ്റിൽ റോബോ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റോബോൻ്റെ സൈഡ് വഴി ഗോൾ ലീക്ക് ചെയ്യും. റോബോ പഴയ റോബോ അല്ല, നമുക്കറിയാം. റോബോനെ മുന്നേ റീപ്ലേസ് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് റൈറ്റിൽ അർണോൾഡ് ഡിഫൻസീവ്ലി വീക്കാണ്. സീസണിൻ്റെ തുടക്ക സമയത്ത് ആൾ ഡിഫൻസീവ്ലി കുറച്ച് സോൾഡ് ആയിരുന്നെങ്കിൽ പോലും മത്സരങ്ങൾ പിന്നിടും തോറും ആൾ ഡിഫൻസീവ്ലി വീക്കായിട്ടുണ്ട്. പിന്നെ ആ ഒരു റയൽ ലിങ്ക് വന്നതിന് ശേഷം പിന്നെ പറയും വേണ്ട, ഡിഫൻസീവ്ലി സ്റ്റിങ്കേഴ്സാണ് ആൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആളത് കിട്ടുന്നത് ആളിങ്ങനെ മേലോട്ട് പോകുമ്പോഴാണ് ആളത് നല്ല പാസുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുള്ളൂ. എനിവേ അർണോൾഡും ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നലെ ഈ ഒരു മാച്ചിൽ അർണോൾഡ് ആണെങ്കിലും റോബോ ആണെങ്കിലും ഇവരെ നല്ലോണം കയറിയിട്ട് നോട്ടിംഗ്ഹാമിൻ്റെ ആളുകൾ പഞ്ഞിക്കിടുന്നുണ്ട്. അത് നമ്മൾ മാച്ചിലുടനീളം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവസാനം റോബോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്, എന്നിട്ട് സ്മിക്കാസൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഡിഫൻസിലൊരു അഡീഷൻ നടത്താത്തത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിട്ട് മാറും. ഓക്കെ. പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഗ്രാവൻ ബാച്ച് ആ പഹയം വന്നിട്ട് സെൻറ്റർ ബാക്ക് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു. സെൻറ്റർ ബാക്ക് കളിക്കാൻ നിർബന്ധിതനായി. അത് എന്തവസ്ഥയാണ്? കൊനാട്ടനെ പിൻവലിച്ചു വന്നിട്ട് ഗ്രാവൻ ബാച്ച് വന്ന് സെൻറ്റർ ബാക്ക് കളിച്ചു. FSG പ്ലീസ് ഓപ്പൺ യുവർ ഐസ്, സഹായിക്കവരെ, കപ്പടിക്കണ്ട നിങ്ങൾക്ക്. ആ ഫാൻസിൻ്റെ മുഖം ആലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു 10 മില്യൺ 20 മില്യൺ 30 എന്തെങ്കിലുമൊക്കെ മുടക്കിയിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകാം, നാട്ടുകാരെ കാണിക്കാനെങ്കിലും. ഓക്കെ. അപ്പം ഗ്രാവൻ ബാച്ച് നല്ല പെർഫോമൻസ് ആണ് തന്നിട്ടുള്ളത്. മിഡ്ഫീൽഡിലാണെങ്കിലും സെൻറ്റർ ബാക്ക് റോളിലേക്ക് ഇറങ്ങിയിട്ടാണെങ്കിലും ആൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നുണ്ട്. ഈ സീസണിലെ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പ്ലെയേഴ്സിൽ ഒരാളാണ് ഗ്രാവൻ ബാച്ച്. പിന്നെ ഇപ്പം സോബോ ആണെങ്കിലും മാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഡിയാസ് ആണെങ്കിലും എല്ലാവരും ഡൗൺ ആയിരുന്നു. സല ആണെങ്കിലും ആർക്കും കത്താൻ വേണ്ടി പറ്റിയിട്ടില്ല ഇന്നത്തെ മാച്ചിൽ. ആ ഒരു ഗോൾ അടിച്ചതിന് ശേഷം, അതായത് ക്രിസ് വുഡ് ആ ഗോൾ അടിച്ചതിന് ശേഷം അവർ കുറച്ച് അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫ് ആസ് യൂഷ്വൽ ലിവർപൂൾ കുറച്ച് ഡിപ്പായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ലിവർപൂൾ കുറേ കൂടി ഉണർന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം അറ്റംപ്റ്റ്സ് അവർ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെയാണ് നമ്മുടെ സെൽസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ ആ ഒരു പോയിൻ്റ് നോട്ടിംഗ്ഹാമിന് വേണ്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ എടുത്തു പറയണം. അതായത് റോബോനെ പിൻവലിച്ച് അവിടെ സ്മിക്കാസിനെ കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ അവിടെ ജോട്ടനെയും കൊണ്ടുവരുന്നുണ്ട്. ജോട്ടനെ കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ഡയാസിനെ പിൻവലിച്ചിട്ടാണ് തോന്നുന്നു. അപ്പം അങ്ങനത്തെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. അടുത്ത സെക്കൻഡിൽ ജോട്ടൻ്റെ ഫസ്റ്റ് ടച്ച് തന്നെ ആ ഗോളായി മാറുന്നു. അതായത് സ്മിക്കാസ് കോർണർ എടുക്കുന്നു, സ്മിക്കാസിൻ്റെ കോർണറിനെ ഹെഡ് ചെയ്തുകൊണ്ട് പോസ്റ്റിലേക്ക് തട്ടിയിടുന്ന ജോട്ട. അങ്ങനെ ഇമ്പാക്ട് സബ് അല്ലെങ്കിൽ സൂപ്പർ സബ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, 30 സബ്ബുകളെ കൊടുന്നു, ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് അവിടെ കൊണ്ടുവരുന്നു ആ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ. അപ്പോൾ അതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവരുടെ സൈഡിലേക്ക് വരാം, നോട്ടിംഗ്ഹാമിൻ്റെ സൈഡിലേക്ക് വരാം. നല്ല പെർഫോമൻസ് ആണ് ആസ് എ ടീം അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ക്രിസ് വുഡിനൊരു ഗോൾ അടിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതേപോലെ തന്നെ ആൻ്റണി എലങ്ക നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഹഡ്സൺ ഒഡോയ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? മറ്റേ ആൻഡേഴ്സൺ ഉണ്ടായിരുന്നു, എയ്ഡ്സ് ഉണ്ടായിരുന്നു, ഗിബ്സ് വൈറ്റ് ഉണ്ടായിരുന്നു. ഗിബ്സ് വൈറ്റ് ഒരു ഇത്തിരി ഓഫായിരുന്നു എന്നൊരു സംശയമുണ്ട്. പക്ഷേ ആൻഡേഴ്സണൊക്കെ ഗ്രൗണ്ടിൽ ഓടി നടന്നിട്ട് ഭയങ്കര പണി ലിവർപൂളിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ലിവർപൂളിൻ്റെ പ്ലെയേഴ്സിനെ നല്ല രീതിക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എയ്ഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആൻഡേഴ്സൺ ആണെങ്കിലും അടിപൊളിയായിട്ട് അവർ രണ്ടാളും കളിക്കുന്നുണ്ട്. മിഡ്ഫീൽഡിൽ എന്താ പറയുക, മിഡ്ഫീൽഡ് അവർക്ക് ഒരു ഹോൾഡ് ഉണ്ടായിരുന്നു. അവർക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ വിട്ട് പോകുന്നില്ല. എങ്ങനെ സല ബോൾ കൊണ്ടുവരുന്ന സമയത്താണെങ്കിലും, ക്യാക്പോ ബോളായിട്ട് വരുന്ന സമയത്താണെങ്കിലും, സോബോ ബോളായിട്ട് വരുന്ന സമയത്താണെങ്കിലും അവരിങ്ങനെ ഡിസ്റപ്റ്റ് ചെയ്തിട്ട് അവരിങ്ങനെ ഇടങ്ങറാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ അവരുടെ ഹാർഡ് വർക്ക് ഭീകരമായിരുന്നു. പിന്നെ ആ ഡിഫൻസീവ് യൂണിറ്റിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മുറിലോൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മിലങ്കോവിച്ച് ഉണ്ട്, പിന്നെ ഐനയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നെക്കോ വില്യംസ് ഉണ്ട്. ഇവരൊക്കെ
ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഐനൻ്റെ സൈഡിലൂടെ കയറാൻ സമ്മതിച്ചിട്ടില്ല. ഗ്യാക്പോക്കെ കംപ്ലീറ്റ്ലി ഓഫായിപ്പോയി. ഒരു പരിധി വരെ ഗ്യാക്പോനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല, ഡിയാസിനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല. അതുപോലെ നമ്മുടെ നെക്കോ വില്യംസിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെലനെ ഒരുവിധം തടഞ്ഞു നിർത്താൻ നെക്കോക്ക് പറ്റുന്നുണ്ട്. പിന്നെ മോൺസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് മിലങ്കോവിച്ച് ആണെങ്കിലും മുറില്ലോ ആണെങ്കിലും തന്നിട്ടുള്ളത്. അതിൽ തന്നെ മുറില്ലോ ടോപ്പ് ലെവൽ പെർഫോമൻസ്, ഒരു ഗെയിം ഓഫ് ലൈഫ് എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ നോട്ടിംഗ്ഹാമിനെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇമാതിരി ഒരു മുറില്ലോ, ഒരു മോൺസ്റ്റർ മുറില്ലോ നമ്മൾ റേറ്റ് ചെയ്യുന്ന ഡിഫൻഡർ തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഇന്നലെ കണ്ട മുറില്ലോ ഒരു വേറെ മുറില്ലോ ആണ്. മോൺസ്റ്റർ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എക്സാക്റ്റ് ആ ഒരു മുറിലോനാണ് നമ്മൾ ഇന്നലെ ഗ്രൗണ്ടിൽ അങ്ങോട്ട് കണ്ടിട്ടുള്ളത്. ആൾ പറന്ന് നടന്ന് ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്യുന്നു, ഗ്രൗണ്ട് ഡ്യൂവൽസ് വിൻ ചെയ്യുന്നു, ആളിങ്ങനെ ഹയർ അപ്പ് ദ പിച്ചിലേക്ക് കയറി ചെന്ന് ബോൾ വിൻ ചെയ്യുന്നു, ആൾ ഷോട്ട്സ് അടിക്കുന്നു. സോ ടോപ്പ് പെർഫോമൻസ്. പിന്നെ സെൽസ്, ഈ മുറിലോ അങ്ങനെ കത്തിക്കയറി നിന്നു. അവസാന സമയം സെൽസ് അങ്ങോട്ട് ഹീറോ ആയിട്ട് മാറി. അതായത് ലിവർപൂളിന് പ്രോപ്പറായിട്ടുള്ളൊരു ക്ലച്ച് കിട്ടുന്ന എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ജോട്ടൻ്റെ ഗോൾ വന്നതിന് ശേഷമാണ്. അതിനുശേഷം ജോട്ട ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, ഒരു സൂപ്പർ അറ്റംപ്റ്റ് ഡിഫൻസിനെ ബീറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ അതവിടെ സെൽസ് ഹീറോ ആയി മാറാണ്, അത് സെൽസ് സേവ് ചെയ്യാണ്. നമ്മുടെ സാലൻ്റെ ഒരു അറ്റംപ്റ്റ്, സൂപ്പർ അറ്റംപ്റ്റ്, അതും സെൽസ് സേവ് ചെയ്യാണ്. അങ്ങനെ 6 ബിഗ് സേവുകളാണ് സെൽസ് എന്ന് പറയുന്ന നോട്ടിംഗ്ഹാമിൻ്റെ ഗോൾ കീപ്പർ അവിടെ നടത്തിയിട്ടുള്ളത്. ഹാറ്റ്സ് ഓഫ്. മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ്, സൂപ്പർ പെർഫോമൻസ്, ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആണ് ഇന്ന് സെൽസ് ആ ഒരു പോസ്റ്റിന് മുമ്പിൽ നോട്ടിംഗ്ഹാമിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ആരാണ് നോട്ടിംഗ്ഹാമിൻ്റെ മാനേജർ? നോട്ടിംഗ്ഹാമിൻ്റെ മാനേജർ എന്ന് പറയുന്നത് ന്യൂനോ എസ്പിരിറ്റോ സാൻഡോ. അപ്പോൾ ന്യൂനോ ടീമിലേക്ക് വരുന്ന സമയത്ത് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂനോ സൗദിയിൽ നിന്ന് സാക്ക് കിട്ടി വരുന്നൊരു സമയമാണ്. പിന്നെ എന്തുകൊണ്ട് ഗാരി ഓൽനീന് വേണ്ടിയിട്ട് നോട്ടിംഗ്ഹാം പോയില്ല? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെടുത്തൊരു പണി, നമ്മുടെ ന്യൂനോ എടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭീകര പണിയായിപ്പോയി. എവിടോ കിടന്ന് നോട്ടിംഗ്ഹാമിനെ ആ മനുഷ്യനെടുത്തിട്ട് നിലവിൽ അവർ ടേബിളിൽ 2ാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. അപ്പം താഴെ നിൽക്കുന്ന നോട്ടിംഗ്ഹാമിനടുത്ത് ആ മനുഷ്യൻ കൈ പിടിച്ചുയർത്തി 2ാം സ്ഥാനത്ത് എത്തിച്ചു. അവർ ലീഗ് അടിക്കുമോ? നമുക്കറിയില്ല, നമുക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ടീം ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ലീഗ് അടിച്ച് കണ്ട് നമുക്ക് പരിചയമില്ല. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരും പോയിട്ട് ലീഗ് അടിച്ച് കണ്ട് നമുക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് നമുക്ക് അവർ ലീഗ് അടിക്കുമെന്നുള്ള ഫീലൊന്നും മനസ്സിലേക്ക് വരാത്തത്. ഇനി ലീഗ് അടിക്കാൻ പറ്റുമെന്ന് അപ്കമിങ് മാച്ചസിലൊക്കെ അവർ തെളിയിക്കട്ടെ, അത് അവർ തെളിയിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് പറയണം, മാനേജറെ കുറിച്ച് പറയണം. ന്യൂനോൻ്റെ ടാക്ടിക്സ് ഭയങ്കര സിമ്പിളാണ്. ലിവർപൂളിൻ്റെ പോലുള്ള സൈഡ്സിന് എതിരെ വരുന്ന സമയത്ത് സിറ്റ് ബാക്ക് ചെയ്യുക, കൗണ്ടർ ചെയ്യുക, അത് തന്നെയാണ്. പിന്നെ ഗോൾ നേടിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവിടെ ബ്ലോക്ക് സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക. ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പേസ് യൂസ് ചെയ്തിട്ട് വിങ്സിലൂടെ അറ്റാക്സ് കൊണ്ടുവരിക. എന്നിട്ട് ക്രിസ് വുഡിനെ യൂസ് ചെയ്തിട്ട് ഗോൾ അടിക്കുക, ക്രോസ് ചെയ്യുക, ഗോൾ അടിക്കുക. ക്രിസ് വുഡിനെ അറിയാലോ, സൂപ്പർ സ്ട്രൈക്കറാണ് ആൾ. പ്രസ്സിങ് മോൺസ്റ്ററാണ്. പ്രസ്സിങ് മോൺസ്റ്ററോ തേങ്ങ മാങ്ങയോ ഒരു മോഡേൺ ടൈപ്പ് പ്ലെയറൊന്നുമല്ല. 33 വയസ്സുള്ള പ്ലെയറാണ് ആൾ. ഏരിയലി സ്ട്രോങ് ആണ്. കിട്ടുന്ന ചാൻസസൊക്കെ ആൾ പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതാണ് മൂപ്പരുടെ സ്ട്രെങ്ത്ത്. ആൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയർ എന്നല്ല, ഒരു ടിപ്പിക്കൽ ഫിസിക്കൽ പ്രീമിയർ ലീഗ് സ്ട്രൈക്കറാണ്, എഫിഷ്യൻറ്റ് സ്ട്രൈക്കറാണ്, നല്ല ക്ലാസ് സ്ട്രൈക്കറാണ്. ടീമിന് വേണ്ടി ആൾ ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ന്യൂനോ അടിപൊളി പണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ന്യൂനോ അടിപൊളി പണിയാണ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്ന സമയത്ത് എന്ത് പണിയാണ് എടുത്തിട്ടുള്ളത്? ഇപ്പം നമ്മൾ കുറേ പ്ലേയേഴ്സിനെ നോക്കുക. ഹഡ്സൺ അഡോയ് പല ക്ലബ്ബിൽ നിന്നും എന്താ പറയുക റിജക്റ്റായി വന്ന ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ ഫ്ലോപ്പ് എന്ന് വിധി എഴുതി വന്ന ഒരു പ്ലെയറാണ് ഹഡ്സൺ അഡോയ്. ഇവിടെ ഭീകര പെർഫോമൻസ് അല്ലേ ആ പ്ലെയർ തരുന്നത്? അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ആൻ്റണി എലങ്ക യുണൈറ്റഡിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ യുണൈറ്റഡിൽ നിന്ന് ആൾ വിട്ടത് തെറ്റായി പോയിന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ആ പറയിപ്പിച്ച മനുഷ്യൻ ന്യൂനോ എസ്പിരിറ്റോ സാൻഡോ ആണ്. അതാണ് ക്രിസ് വുഡ് ന്യൂകാസിൽ നിന്ന് ഫ്ലോപ്പായ മനുഷ്യനാണ്. ആളിവിടെ വന്നിട്ട് നല്ല പെർഫോമൻസുകൾ തരുന്നു, എല്ലാ മാച്ചിലും ഗോൾ അടിക്കുന്നു, ലിവർപൂളിനെ പോലെയുള്ള ബിഗ് ടീംസിനെതിരെ ഗോൾ അടിക്കുന്നു. പിന്നെ മുറിലോനെ പോലത്തെ യങ്സ്റ്റേഴ്സിനെ വിശ്വസിച്ച് അവരിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് അയാൾ കൊണ്ടുവരികയാണ്. ഐനനെ പോലത്തെ പ്ലെയേഴ്സ് നല്ല സെറ്റായി വന്നു. അതുപോലെ തന്നെ നമ്മുടെ നെക്കോ വില്യംസ് അടിപൊളിയായിട്ട് വന്നു. അവരുടെ മിഡ്ഫീൽഡ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു. അവിടെ ഇപ്പം പ്രോപ്പർ
സൈനിങ് ആണ്. ആൾ സിസ്റ്റത്തിന് വേണ്ട സൈനിങ് നടത്തി. ആൻഡേഴ്സണെ കൊണ്ടുവന്നു. എവിടുന്ന്? ന്യൂകാസിൽ നിന്ന് വന്ന പ്ലെയറാണ്. അറിയാം ന്യൂകാസിൽ നിന്ന് വരുന്ന ഫിസിക്കലി കളിക്കാൻ പറ്റുന്ന, ആരും തൻ്റെ ഇൻറ്റൻസിറ്റി കൊണ്ട് ശല്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറെ മൂപ്പര് സൈൻ ചെയ്തു. അങ്ങനെ വേണ്ട സൈനിങ്ങളൊക്കെ അവിടെ നടന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു അത്യാവശ്യം അവർക്ക് ടീം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആപ്റ്റായിട്ടുള്ള സൈനിങ് ഒക്കെ നോട്ടിംഗ്ഹാം നടത്തി. ബോർഡ് കൂടെ നിന്നു. ന്യൂനോ അത് ഉപയോഗിച്ചു. അപ്പോൾ നമ്മളൊന്ന് നോക്കാം. ഇവന്മാർ സൈനിങ് നടത്തി. ആര്? നോട്ടിംഗ്ഹാം. ലിവർപൂൾ സൈനിങ് നടത്തിയില്ല. ആവശ്യമുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ബാക്കപ്സ് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥം പോലുമില്ല. ആവശ്യമുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാത്ത മാനേജ്മെൻറ്റാണ് ബാക്കപ്സിനെ തരുന്നത്. ഒലക്ക തരും. അപ്പം അതാണ് അംബീഷനാണ് വ്യത്യാസം. ഇപ്പോൾ നോട്ടിംഗ്ഹാമിൻ്റെ ഓണേഴ്സ് അംബീഷൻ കാണിച്ചു. ഞങ്ങൾക്ക് ലീഗ് അടിക്കണം. ഇപ്പോൾ ഈ ലീഗിൽ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾക്ക് മേലെ കയറണം എന്നുള്ളൊരു അംബീഷൻ അവരുടെ ഓണർ തലയിലുണ്ടായിരുന്നു. ആ അംബീഷൻ, അത് ആ ഒരു എയിം ഉണ്ടല്ലോ, അതാണ് മാനേജറിലേക്ക് പോകുന്നത്. മാനേജറിന് അത് പ്ലെയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. പ്ലെയേഴ്സ് അത് ഗ്രൗണ്ടിൽ കാണിക്കുന്നു. അതാണ് ഒരു ക്ലബിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം അത് പക്കായിട്ട് നോട്ടിംഗ്ഹാമിൽ നടന്നു. ലിവർപൂളിൽ ബാക്കി എല്ലാവർക്കും അംബീഷൻ ഉണ്ടെങ്കിലും, ഇപ്പോൾ ക്ലോപ്പായ സമയത്ത് ക്ലോപ്പിനുണ്ടായിരുന്നു, പ്ലെയേഴ്സിനുണ്ടായിരുന്നു. പക്ഷേ ഈ മേലെ ഇരിക്കുന്ന FSGക്ക് മാത്രമില്ല. ക്ലോപ്പിനെ പോലൊരു മനുഷ്യനായതുകൊണ്ടാണ് അവിടെ അത്രയും കാലം പിടിച്ചു നിന്നത്. വേറെ ഏത് മാനേജറായിരുന്നെങ്കിലും ഒന്നെങ്കിൽ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും 4 വർത്തമാനം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ പൊട്ടി തകർന്ന് പാളീസായിട്ട് ഇരിക്കുന്നുണ്ടാവും. സത്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലോപ്പ് ആയതുകൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിന്നത്. ഇപ്പോൾ ആർണോ സ്ലോട്ട് ആയതുകൊണ്ടും, ആർണോ സ്ലോട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണക്കാരൻ ക്ലോപ്പാണ്. ഈ അംബീഷൻ ഇല്ലാത്ത, ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയുള്ള, ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കൊടുക്കാത്ത ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ ക്ലോപ്പ് പിടിച്ചു നിന്ന് ഭയങ്കര ക്വാളിറ്റിയുള്ള, ഭീകര ക്വാളിറ്റിയുള്ള ഒരു പറ്റം പ്ലെയേഴ്സിനെ, ഒരു പറ്റം മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സിനെ ക്ലോപ്പ് സൃഷ്ടിച്ചെടുത്തുകൊണ്ടാണ് ഇന്ന് അവരെ വെച്ചിട്ട് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കാനൊക്കെ ആർണെ സ്ലോട്ടിന് പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ FSG എറയിലും എങ്ങനെ ലിവർപൂൾ ടോപ്പ് 10 താഴേക്കോ അല്ലെങ്കിൽ എപ്പോഴും ടോപ്പ് 4 പുറത്തേക്കൊന്നും പോവാത്തതിൻ്റെ കാരണം അവിടെ ക്ലോപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ക്ലോപ്പിനുള്ളൊരു ക്രെഡിറ്റും അതേപോലെ തന്നെ FSGക്കുള്ള ക്ലോപ്പിനുള്ളൊരു ക്രെഡിറ്റും ഞാൻ കൊടുത്തു. FSGൻ്റെ യഥാർത്ഥ രൂപം കുറച്ച് ഞാൻ പറഞ്ഞു. അതാണ് ഉദ്ദേശിച്ചത്. അതായത് ഓണേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. നോട്ടിംഗ്ഹാമിൻ്റെ ഓണേഴ്സ് അംബീഷൻ കാണിച്ചു, ഇവന്മാർ അംബീഷൻ കാണിച്ചില്ല. പിന്നെ ആർണെ സ്ലോട്ടിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആളുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് വർക്കായി എന്നുള്ളതാണ്. പക്ഷേ ടോട്ടലി അവർക്ക് ചാൻസസ് ഒന്നും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. സെൽസിൻ്റെ മുമ്പിൽ അവർ കംപ്ലീറ്റ്ലി പരാജയപ്പെട്ടു. ഫെയർ റിസൾട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഫെയർ റിസൾട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ ആർണെ സ്ലോട്ടിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ആളെപ്പോഴും പോർച്ചുഗീസ് മാനേജേഴ്സിനെതിരെ സഫർ ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം അമോറിമിനെതിരെ വരുന്ന സമയത്ത് ആൾ കുറച്ച് സഫർ ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ യൂറോപ്പ ലീഗിലേക്ക് വരുന്ന സമയത്ത് ആൾ ഹോസേനായിട്ട് സഫർ ചെയ്യുന്നുണ്ട്. ഫെയ്നോർഡിൻ്റെ മാനേജറായി നിൽക്കുന്ന സമയത്ത് ഹോസയും അതേപോലെ തന്നെ ആർണെ സ്ലോട്ട് ഏറ്റുമുട്ടുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെമി ഫൈനലിലാണ്, യൂറോപ്പ ലീഗിൻ്റെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അവിടെ പരാജയപ്പെട്ട് പോകുന്നുണ്ട്. യൂറോപ്പ ലീഗാണോ കോൺഫറൻസ് ലീഗാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ. യൂറോപ്പ ലീഗ് ആണ് തോന്നുന്നു. അപ്പം എപ്പോഴും പോർച്ചുഗീസ് മാനേജർമാർ, ഇപ്പോൾ എസ്പിരിറ്റോ സാൻഡോക്കെതിരെയും ആൾ കുറച്ച് സഫർ ചെയ്തു നമ്മുടെ ആർണെ സ്ലോട്ട്. അപ്പം പോർച്ചുഗീസ് മാനേജേഴ്സിനെതിരെ ആളെപ്പോഴും സഫർ ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് റിക്കവർ ആവാൻ ടീമിൽ അഡീഷൻസ് വേണം, അല്ലാതെ രക്ഷയില്ല. ലെഫ്റ്റ് ബാക്ക് നിർബന്ധമാണ്. റൈറ്റ് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാമേ. ബ്രാഡ്ലി എന്ന് പറയുന്ന മനുഷ്യനുണ്ടെന്ന് വിചാരിക്കാം. ഇത് സിമിക്കാസിനെ വിശ്വസിക്കാൻ പറ്റില്ല, ഡിഫെൻസീവില് പ്രത്യേകിച്ച്. ആൾ നല്ല കോർണറൊക്കെ എടുക്കുമായിരിക്കും, പക്ഷേ അത് തന്നെ ആ ഗോളായ കോർണറെ കൊള്ളാവുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നത്തെ കോർണറൊന്നും കൊള്ളൂലായിരുന്നു. പിന്നെ റോബോനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഈ രണ്ടാളും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ലെഫ്റ്റ് ബാക്കിലൊരു അഡീഷൻ വേണം. റൈറ്റ് ബാക്കിൽ ബ്രാഡ്ലി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആശ്വസിക്കുകയെങ്കിലും ചെയ്യാം. സോ പിന്നെ സെൻറ്റർ ബാക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. 1 or 2 സെൻറ്റർ ബാക്കുകൾ വേണം. അത് തന്നെ ഫസ്റ്റ് ടീമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ബാക്ക് വേണം. അല്ലാത്ത ട്രോഫി പോലും തുലാസിലാവും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇന്നിപ്പം
എന്തോ ആർട്ടറ്റൻ്റെ ഒരു സംസാരം, ഒരു ഫോട്ടോ ഞാൻ കണ്ടാണ്, സൈനിങ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആർട്ടറ്റ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ വരുന്നുണ്ട്. ചിലപ്പോൾ അവർ സ്ട്രൈക്കറെ കൊണ്ടുവരും, അവരെവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അഡീഷൻ നടത്തും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സെൻറ്റർ ബാക്കിന് കൊണ്ടുവരും, അവർ ഡിഫൻസും അങ്ങോട്ട് റീഇൻഫോഴ്സ് ചെയ്യും, അവർ അറ്റാക്കും അങ്ങോട്ട് റീഇൻഫോഴ്സ് ചെയ്യും. അപ്പം ലിവർപൂൾ എന്ത് ചെയ്യും? ഗോൾസ് ലീക്ക് ചെയ്യും. ലിവർപൂൾ ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കുമായിരിക്കും, പക്ഷേ ഈ വാൻഡേക്ക് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ എത്ര കാലം അവിടെ ഒറ്റക്കൊന്ന് ഡിഫെൻഡ് ചെയ്യണം? ഈ ഗ്രാവൻ ബാച്ചിനെയും എൻഡോനെയൊക്കെ പിടിച്ചിട്ട്, ഫിറ്റല്ലാത്ത കൊനാട്ടേനെയൊക്കെ വെച്ചിട്ട് ആ മനുഷ്യനെ എത്ര കാലം പിടിച്ച് വെക്കണം? പറ്റൂലെന്നേ. ഗോൾസ് ലീക്ക് ചെയ്യും. നിങ്ങൾ ഗോൾ അടിക്കും, ഗോൾസ് ലീക്ക് ചെയ്യും, അങ്ങനെ മാച്ച് തോൽക്കും അല്ലെങ്കിൽ സമനിലയാവും. അപ്പോൾ ഒരു പക്ഷേ ആഴ്സണൽ വരെ കയറി ക്യാപിറ്റലൈസ് ചെയ്യാം. അപ്പോൾ നോക്കി നിന്നോ. ഇപ്രാവശ്യത്തെ ലീഗ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആഴ്സണൽ അഡീഷൻസ് നടത്തി വന്നു കഴിഞ്ഞാൽ, ആഴ്സണൽ അറ്റാക്കിലും, ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈക്കർ മാത്രം പോരാ, സമൺ ലൈക്ക് ഒരു ക്രിയേറ്റർ വേണം. എം ബി മോനെ പോലത്തെ പ്ലേയേഴ്സൊക്കെ അവിടെ വേണം, സംശയമില്ലാത്ത കാര്യമാണ്. അവർക്ക് ശരിക്കും ലെഫ്റ്റ് സൈഡിലും ഒരു ക്രിയേറ്റർ വേണം. അപ്പം നല്ല അഡീഷൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ മക്കളെ ലിവർപൂൾ നല്ലോണം പാടുപെടും. അപ്പം ഞാൻ ആഴ്സണലിൻ്റെ കേസ് മാത്രമേ പറഞ്ഞ്, ട്രോഫിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡൊക്കെ ഇപ്പോൾ നോട്ടിംഗ്ഹാമിൻ്റെ തലയിലേക്കും കയറിയിട്ടുണ്ട്. സോ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. നോട്ടിംഗ്ഹാമിനെ സംബന്ധിച്ചിടത്തോളം ട്രോഫി അടിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്രോസസ്സ് പാളിപ്പോവും, അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ട്രോഫി അടിക്കണം, ട്രോഫി അടിക്കാം, ആ ഒരു മൈൻഡാണ് അവർക്ക്. വലിയ പ്രഷറൊന്നുമില്ല. ആ പ്രഷറില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെ ഏറ്റവും അധികം പേടിക്കേണ്ടത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നൊരു 34ാം മാച്ച് ഡേക്കൊക്കെ ശേഷമായിരിക്കും ഇവർക്ക് നോട്ടിംഗ്ഹാമിൻ്റെ തലേക്ക് പക്ക ഒരു പ്രഷറൊക്കെ കയറി തുടങ്ങാം. അതുവരെ അവർ വലിയ പ്രഷറില്ലാതെ ഒരു കൂൾ മൈൻഡിൽ, അവർ ഫാൻസിനും ഹോപ്പില്ല, പ്ലെയേഴ്സും കപ്പടിക്കണം എന്നുള്ള മൈൻഡിലല്ല വന്നത്. പിന്നീട് അവർ ഇതിലേക്ക് വരുന്നതാണ്, വേണമെങ്കിൽ കപ്പടിക്കാം, ആ ഒരു മൈൻഡിലേക്ക് വരുന്നതാണ്. സോ അവർക്ക് വലിയ പ്രഷറില്ലാത്തതുകൊണ്ട് തന്നെ അവരെ പേടിക്കണം. പിന്നെ അവർ സൂപ്പറായിട്ടാണ് കളിക്കുന്നത്, അവർ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അവരുടെ പ്ലാൻ അവർ നടപ്പിലാക്കുന്നുണ്ട്. ഭയങ്കര ക്രിയേറ്റീവാണോ, അല്ലെങ്കിൽ ഭയങ്കര പൊസഷൻ ഹോൾഡ് ചെയ്ത് അതാണോ, അതൊന്നുമല്ല. അവർക്ക് എന്താണ് വേണ്ടത്? സിറ്റ് ബാക്ക് ചെയ്യേണ്ടത് സിറ്റ് ബാക്ക് ചെയ്യും, കൗണ്ടർ ചെയ്യേണ്ടപ്പോൾ അതിനുള്ള മുതലുകളുണ്ട് അവിടെ. ക്രിസ് വുഡ് ഉണ്ട് ഗോൾ അടിക്കാൻ, ഓടാൻ അവിടെ ആരൊക്കെയുണ്ട്? അവിടെ അയിനുണ്ട്, വിങ് ബാക്കിൽ അയിനുണ്ട്. ഇനിയിപ്പോൾ മേലോട്ട് നോക്കുകയാണെങ്കിൽ ആരൊക്കെ? ഹഡ്സൺ അഡോയി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മറ്റേ എലങ്കയുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അവർക്ക് ഗോൾ അടിക്കാനും ആൾക്കാരുണ്ട്, അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്, മുറില്ലോ, അതേപോലെ തന്നെ മിലങ്കോവിച്ച്, ഇവരൊക്കെ ഉണ്ട്. സോ അവർ എന്തും സംഭവിക്കാം നോട്ടിംഗ്ഹാമിൻ്റെ സൈഡിൽ നിന്ന്. സോ ലിവർപൂൾ ബി പെയർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. മാച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, മാനേജർമാരെ കുറിച്ച് പറഞ്ഞു, കുറേ പറഞ്ഞു പോയി. 22 മിനിറ്റൊക്കെ ആയി വീഡിയോ. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. താങ്ക് യു.